Hello friends, welcome to Kinz Food and Vlog. It's me Shamlal. Friends, അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ചക്കക്കുരു ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു ഷേക്ക് ഉണ്ടാക്കി എടുക്കാമെന്നത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചക്കക്കുരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ചക്കക്കുരു ഒക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കാം. സോ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ചക്കക്കുരു എടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ആ ഒരു വെള്ള കളർ ആ ഒരു തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു തൊലി കളയണേ. അതുകൊണ്ട് ഇത്തിരി ടൈം എടുത്തു ഒരു തൊലി കളയാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം കത്തി വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക തൊലി കളയാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിൽ കയറി ചിലപ്പോൾ നഖം പൊട്ടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പൊട്ടി, അതുകൊണ്ടാണ് ഞാൻ പറയണേ. അതിനുശേഷം ഞാൻ ഈ ഒരു ചക്കക്കുരു എല്ലാം അമ്മയ്ക്ക് കൊടുത്തു നന്നാക്കാനായിട്ട്. കാരണം എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം നമുക്ക് ഈ ഒരു ചക്കക്കുരു എല്ലാവരും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. സോ ഞാനിപ്പോൾ ഇവിടെ എല്ലാ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഒരു 10-12 ചക്കക്കുരുകളും ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് ഈ ഒരു ചക്കക്കുരു മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു 6 വിസിലൊക്കെ കേൾക്കണ വരെ നമ്മളിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇതൊരു 6 വിസിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു കുക്കർ തുറന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ചക്കക്കുരുവിൻ്റെ വേവും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ഒരു ബ്രൗൺ കളർ തൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല. അത് കളയണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കളയാം. പക്ഷേ അത് കളയാണ്ടിരിക്കണമെന്നാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മുടെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചക്കക്കുരു ഇപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഉടഞ്ഞൊക്കെ പോകുന്നുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറൊന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചക്കക്കുരു ഇടാം. ഇപ്പം ഞാനിവിടെ ഒരു 6-7 ചക്കക്കുരുകൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ചക്കക്കുരു മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ കുറച്ച് പാലൊഴിച്ച് അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് റൗണ്ട് ഒന്ന് കറക്കിയെടുക്കണം. ഇപ്പം നമുക്ക് കുറേ പാലൊഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു ചക്കക്കുരു മര്യാദയ്ക്ക് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് പാലൊഴിക്കുന്നത്. ഇപ്പം നമ്മുടെ ചക്കക്കുരു അത്യാവശ്യം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും അതുപോലെ തന്നെ നമ്മുടെ തണവിനനുസരിച്ചുള്ള കുറച്ച് ഐസ് ക്യൂബും പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഈ ഒരു ചക്കക്കുരു ഷേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്യണം. ഇപ്പം ഞാൻ ഇതിനകത്തുള്ള മുഴുവൻ ആ ഒരു ഷേക്കും ഒഴിക്കണില്ല. കാരണം ഞാൻ കുറച്ച് ഒരു പകുതി കണ്ട് ഞാൻ ബാക്കി വയ്ക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പകുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണത് നമ്മുടെ ബൂസ്റ്റാണ്. ബൂസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹോർലിക്സും ഉണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനത് ബൂസ്റ്റാണ് യൂസ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഐസ്ക്രീം ഒക്കെ ഇട്ട് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്കിത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു റൗണ്ട് കൂടി ഒന്ന് കറക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ നമ്മുടെ ഫ്രഷ് ചക്കക്കുരു ഷേക്കും അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഫ്ലേവറിനനുസരിച്ച് ബൂസ്റ്റ് ഇട്ടടിച്ച നമ്മുടെ ചക്കക്കുരു ഷേക്കാണ്. എന്തായാലും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ചക്കക്കുരു ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചക്കക്കുരു ഉള്ളവരെ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കേണ്ട ഒരു ഐറ്റമാണ്. നമ്മുടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് അലങ്കാരത്തിന് കുറച്ച് ഐസ്ക്രീമൊക്കെ വിടാം. ഇപ്പോൾ ഞാനിവിടെ ബാക്കി ഹോർലിക്സ് ഇരിക്കണതുകൊണ്ട് ജസ്റ്റ് ഒരു ടേസ്റ്റിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹോർലിക്സിൻ്റെ മുകളിലുണ്ട്, ചുമ്മാ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.